ലഹരി സമൂഹത്തെ ആകെ ബാധിക്കുന്ന പ്രശ്നമാണ്. എത്ര നിയമപരമായ നടപടി സ്വീകരിച്ചു കഴിഞ്ഞാലും ലഹരി ഉപയോഗിക്കില്ല എന്ന നിലപാട് ഓരോ വ്യക്തിയെ കൊണ്ട് പഠിപ്പിക്കാൻ കഴിയണം. അതിന് വളരെ ഫലപ്രദമായ ബോധവൽക്കരണ പ്രവർത്തനമാണ് നടക്കേണ്ടത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ 5 സ്റ്റാർ ഹോട്ടലുകൾ പ്രവർത്തിക്കുന്നത് കേരളത്തിലാണ്. അപ്പോൾ ഈ 5 സ്റ്റാർ ഹോട്ടലുകൾ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ബാർ വേണം. ടൂറിസ്റ്റുകളെ ആകർഷിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരം സംവിധാനം വേണം. അപ്പം ഇതിന് മദ്യം വേണ്ടേ? ആ മദ്യം എല്ലാം പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്നോ വിദേശത്തു നിന്നോ ഇറക്കുമതി ചെയ്താൽ മതി എന്ന് വാശി പിടിക്കേണ്ട കാര്യമുണ്ടോ? ഇവിടെ ഉപയോഗിക്കുന്നവർക്ക് മദ്യം നൽകുന്നതിന് വേണ്ടി ഇവിടെ ഉൽപ്പാദിപ്പിക്കണം. ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ വരുമാനം വർദ്ധിക്കും, തൊഴിലും വർദ്ധിക്കും. അത് ആ നിലയിലാണ് കണ്ടത്. അതിൻ്റെ അർത്ഥം മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതല്ല. നിലവിൽ മനുഷ്യൻ്റെ ഉത്ഭവം മുതൽ ലഹരിയുടെ ഉപയോഗമുണ്ട് എന്നാണ് ചരിത്രം പറയുന്നത്. അത് യാഥാർത്ഥ്യവുമാണ്. അപ്പോൾ അതുകൊണ്ട് പാർട്ടിക്കാർ അല്ല ഉപയോഗിക്കുന്നവർ ഉപയോഗിക്കട്ടെ എന്നുള്ള നിലയല്ല. അത് ബോധവൽക്കരണത്തിലൂടെ മാറ്റം വരും. അതാണ് പാർട്ടിയുടെ നിലപാട്. ഉപയോഗിക്കുന്നവർ ഉപയോഗിക്കട്ടെ എന്നുള്ള ആ രീതിയിലല്ല. ഉപയോഗിക്കാതിരിക്കുന്നതിന് വേണ്ടി നല്ല ബോധവൽക്കരണ പ്രവർത്തനം സമൂഹത്തിൽ നടത്തണം.